students, now we are the last chapter of our real analysis 2. The LP spaces, the completeness and approximation. ഇപ്പോൾ നമുക്ക് അടുത്ത ഫങ്ഷണൽ അനാലിസിസ് ആണ് നമുക്ക് തേർഡ് സെമ്മിൽ അതിൻ്റെ ഒരു പ്രിലിമിനറിയും കൂടിയാണ് ഈ ഭാഗമുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ നോംഡ് ലീനിയർ സ്പേസസ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് ആണ് ആൻഡ് എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ നോം. സോ ഇപ്പോൾ നോം എന്ന് പറയുന്നത് എക്സിൽ നിന്ന് അല്ലെ, എക്സ് എന്ന് പറയുന്ന ലീനിയർ സ്പേസിൽ നിന്ന് റിയൽ വാല്യൂഡ് ആണ്. അപ്പോൾ ആറിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. ആൻഡ് ദിസ് ഫങ്ഷണൽ ഈസ് കോൾഡ് എ നോം പ്രൊവൈഡഡ് സാറ്റിസ്ഫൈ സം കണ്ടീഷൻ. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ആദ്യത്തെ കണ്ടീഷൻ ഈ മൂന്നെണ്ണമാണ് കണ്ടീഷൻ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഓർഡറിലല്ല, ഞാൻ തിരിച്ചൊന്ന് പറയാൻ പോവാണ് ഓർക്കാൻ എളുപ്പത്തിന്. ഒന്ന്, എനി വാല്യൂസിന് എക്സ് എന്ന് പറയുന്നത് ഈ എഫ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഫങ്ഷൻ തോന്നരുതേ. എക്സ് എന്ന് പറയുന്ന ലീനിയർ സ്പേസ്, അത് ഫങ്ഷൻസിൻ്റെ ലീനിയർ സ്പേസ് ആവാം, ഈവൻ ആവാം, R2 ആവാം, ഈവൻ നമ്മളിനി LP, ക്യാപിറ്റൽ LP, ലിറ്റിൽ LP എന്നൊക്കെ പറഞ്ഞ് കുറേ സ്പേസുകൾ പഠിക്കണം. അതിൻ്റെ ഏത് എലിമെൻറ്റ് വേണമെങ്കിലും ആവാം. ഇവിടെ എഫ് എന്ന് പറയുന്നത് കൊണ്ട് അത് ഫങ്ഷന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എന്തായാലും അവിടുത്തെ ഒരു ഇലമെൻറ്റ്, ഇപ്പോൾ എഫ് ആണ് എക്സിലെ ഇലമെൻ്റ് എങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ സ്മോൾ എക്സ് ആണ് ക്യാപിറ്റൽ എക്സിലെ ഇലമെൻ്റ് എങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആദ്യത്തെ കാര്യം, ആ വാല്യൂവിൻ്റെ നോം. ഇപ്പോൾ എഫ് ആണെങ്കിൽ ഞാൻ എക്സ് വെച്ചിട്ടൊന്ന് എഫ് തന്നെ പറയാം. എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് വാല്യൂ ആണ്. ആൻഡ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. നമുക്ക് മെട്രിക്കുമായിട്ട്, നിങ്ങൾക്ക് മെട്രിക് സ്പേസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യം. അതിൽ മെട്രിക്കിൽ അങ്ങനെ d(x, y) എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഡിസ്റ്റൻസ് നമ്മൾ ചില കേസിൽ നമ്മൾ ഇനി മെട്രിക്കായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇതിനൊരു ഫംഗ്ഷനായിട്ട് ഈ കണ്ടീഷൻ മാത്രം പഠിക്കുക. ദെൻ നോം ഓഫ് ആൽഫ എഫ് ഇസ് ഈക്വൽ ടു നോം ഓഫ് ആൽഫ എഫ് അല്ലെങ്കിൽ ആൽഫ എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ. അപ്പോൾ ആൽഫ എന്താണ്? ആൽഫ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം ഇൻറ്റു നോം എഫ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ഇതിൽ ആദ്യത്തെ കണ്ടീഷൻ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി. ട്രയാങ്കുലർ ഇനീക്വാളിറ്റി നമുക്കറിയാമല്ലേ, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണ്? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്ന് പറയില്ലേ. ഈ മോഡ് എന്ന് പറയുന്നതും ആക്ച്വലി നമ്മുടെ നോം തന്നെയാണ്. അതായത് റിയൽ വാല്യൂ സിസ്റ്റം, റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ അവിടുത്തെ നോം മോഡുലസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിനകത്ത് പലതും നമുക്ക് ഡിഫൈൻ ചെയ്യാം, അതിലൊരെണ്ണം മോഡുലസ് ആണ്. ഓക്കെ, ദെൻ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ, അതേപോലെ നോം ഓഫ് എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ നോം ഓഫ് എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി. ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ എ ലീനിയർ സ്പേസ് ആണ് നോം എന്ന് പറയുന്നത്. ഇനി ഒരു സ്പേസിനകത്ത് ഒരു നോം ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് നോംഡ് സ്പേസ് എന്ന് പറയാം. വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം. ആറാന്ന് തന്നെ വിചാരിച്ചോ, ആറിനകത്ത് അല്ലെങ്കിൽ R2 എന്ന് എടുത്തോ കേട്ടോ. R2 ആണെങ്കിൽ അവിടുത്തെ R2ൽ നിന്ന് എക്സിലേക്കുള്ള ഒരു മാപ്പിംഗ് കേട്ടോ, നോമാണ് അത്. മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് പലതരത്തിൽ ഡിഫൈൻ ചെയ്യാം. ഞാൻ നോം പി ഒക്കെ എന്താണെന്ന് ഇനി പറയാൻ പോകുന്നുണ്ട്. നോം പി എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് ഞാൻ R2 ഒരു ഇലമെൻ്റ് എടുത്ത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്, ഇത് നോം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. അത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിലത്തെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. മോഡുലസ് ആവാം, നേരത്തെ പറഞ്ഞ പോലെ മോഡുലസ് ആയിട്ട് സിമ്പിളായിട്ടൊരു നോമാണ്, അത് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതായത് മോഡുലസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ നിന്ന് പോസിറ്റീവ് ആറിലേക്കുള്ളതെന്ന് പറയാം അല്ലേ, ഒരു ഫംഗ്ഷനാണ്. കാരണം ആറിൽ ഏതൊരു ഇലമെൻ്റ് എടുത്താലും മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. മോഡ് എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. ഇത് ഓർത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോം മറക്കില്ല കേട്ടോ. ബൈ എ നോംഡ് ലീനിയർ സ്പേസ് വി മീൻ എ ലീനിയർ സ്പേസ് ടുഗദർ വിത്ത് എ നോം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്പേസിനകത്ത് ശരിക്കും ഒന്നിലധികം നോം നമ്മൾ ഡിഫൈൻ ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി ഇഫ് എക്സ് ഈസ് എ ലീനിയർ സ്പേസ് നോംഡ് ബൈ നോം വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഇൻ എക്സ് ഈസ് എ യൂണിറ്റ് ഫംഗ്ഷൻ പ്രൊവൈഡഡ് നോം എഫ് ഇസ് ഈക്വൽ ടു 1. For f belongs to x and f not equal to 0, this function f by norm f. f by norm f into norm എന്താ വരിക?
എഫ് ബൈ നോം എഫ് എന്ന് വരും അല്ലേ. ഇതാണ് ആൽഫയുടെ പോലെ അല്ലേ. ഇതെന്താണ് പോസിറ്റീവാണ്. അപ്പോൾ നോം ഓഫ് എഫ് ബൈ നോം എഫ് എന്ന് വരുമ്പോൾ എന്താ വരിക, നോം എഫ് വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. പോസിറ്റീവ് ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എന്ത് വരും, ക്യാൻസൽ ചെയ്ത് 1 എന്ന് വരും അല്ലേ. സോ ദിസ് ഇസ് എ യൂണിറ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് എഫ് വിച്ച് വി കോൾ ദ നോർമലൈസേഷൻ ഓഫ് എഫ്. ഇനി ഒരു കുറച്ച് സ്പേസുകളൊക്കെ ഡിഫൈൻ ചെയ്യാൻ പോവാണേ. അതിനകത്ത് ക്യാപിറ്റൽ എൽ പി, ഓക്കെ, ക്യാപിറ്റൽ എൽ പി ഓഫ്, ഇനി ഒരു ലിറ്റിൽ എൽ പി ഉണ്ട് നമ്മൾ. അപ്പോൾ ക്യാപിറ്റൽ എൽ പി ഇവിടെയാണ് കേട്ടോ. പി ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ ഇക്വാലൻറ്റ് ക്ലാസ്സസ് അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ഇവിടെ ഒരു കുറച്ച് ഒരു ക്യാപിറ്റൽ എൽ പി ഞാൻ പറഞ്ഞു. അതേപോലെ സ്മോൾ ലിറ്റിൽ എൽ പി ഓഫ് ഇ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും, ലിറ്റിൽ എൽ പി ഡിഫൈൻ ചെയ്യും. ഇതിനൊക്കെ നമ്മുടെ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാണിക്കാൻ നമുക്ക് വേറെ കുറച്ച് ഇനീക്വാളിറ്റീസും കൂടി പ്രൂവ് ചെയ്യണം. നമ്മൾ അടുത്ത സെക്ഷനിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ കേസായിട്ട് പി 1 ആവുന്നതും ഇൻഫിനിറ്റി ആവുന്നതുമായ 2 കേസ് മാത്രമാണ് നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷനിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എൽ പി ഓഫ് ഇ എന്താണ്, എൽ പി ഓഫ് ഇ എന്ന് പറയുന്നത് പി ഇൻറ്റഗ്രബിൾ എന്ന് മനസ്സിലോർക്കുക. അപ്പോൾ എന്താ വരുന്നത്, ഇ എന്ന് പറയുന്ന ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി, ഇതിലാണ് എൽ പി ഓഫ് ഇ ഡിഫൈൻ ചെയ്യുന്നത്. പി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ വേറൊരു തരത്തിലാണ് ഡിഫൈൻ ചെയ്യുക. അത് എൽ ഇൻഫിനിറ്റി ഓഫ് ഇ എന്നാണ് അത് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി, എൽ പി ഓഫ് ഇ ഇസ് ദ കളക്ഷൻ ഓഫ് ഇക്വിവാലന്റ് ക്ലാസസ് ഓഫ് f, the class f for integral over e mod f raised to p is less than infinity. ഇക്വിവാലന്റ് ക്ലാസ്സസ് എന്ന് പറയാനും കാരണമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ കേട്ടോ. അതിൽ 1ൻ്റെ കേസ് ക്ലിയർ ആയിട്ട് അടുത്തത് പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം നോക്കാം. L1 ഓഫ് ഇ എന്ന് പറയുന്നത് നോംഡ് ലീനിയർ സ്പേസ് ആണ്. ഡിഫൈൻ ചെയ്തിട്ടുള്ള നോം നോക്കി, നോം 1 ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ ഇ. ഇതേപോലെ നോം F1, നോം 1 ഓഫ് എഫ്, നോം 2 ഓഫ് എഫ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇത് നമ്മൾ ലീനിയർ സ്പേസ് ആണ്, അല്ലെങ്കിൽ നോം 1 എന്ന് പറയുന്നത് L1ലെ നോം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. നോമാന്ന് പ്രൂവ് ചെയ്യാനുള്ള 3 കണ്ടീഷൻ നമുക്കറിയാം അല്ലേ. അതിലെ ഞാൻ വീണ്ടും പറയുന്ന പോലെ താഴ്ത്തുന്ന മേലേക്ക് പോവാണേ. നോം F1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം മോഡ് എഫ് പോസിറ്റീവ് ആണ്, ഇൻറ്റഗ്രൽ വാല്യൂ ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ വരിക, നോം 1 ഓഫ് എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ ഈക്വൽ ടു 0 എന്ന് വരും. ഇൻറ്റഗ്രൽ എഫ് ഓവർ ഇ ഈക്വൽ ടു 0 നമുക്കറിയാം. ദെൻ എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്നേ ആവുള്ളൂ. അതായത് എഫ് ഈക്വൽ ടു 0 എന്ന് വരില്ല. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താവണം, എഫ് ഈക്വൽ ടു 0 എന്ന് വരണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രുവൻ ക്ലാസ്സസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇക്വാലന്റ് ക്ലാസ്സസ് ഓഫ് എഫ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. ഇനി അടുത്തത് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി കേട്ടോ. ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. മോഡ്ലെസ് ഓഫ് എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വേണ്ടത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, നോം 1 ഓഫ് എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 1 ഓഫ് എഫ് പ്ലസ് നോം 1 ഓഫ് ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ നോം എന്താണെന്ന് നമുക്കറിയാം. നോം 1 ഓഫ് എഫ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ ജി ആണെന്നറിയാം. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. നോം 1 ഓഫ് എഫ് പ്ലസ് ജി അതെന്താണ്, ഇൻറ്റഗ്രൽ മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ആണ്. ബട്ട് മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി ഓൾമോസ്റ്റ് എവരിവെയർ. സോ ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുമ്പോൾ എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് മോഡ് എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ജി എന്ന് വരും. ഇനി ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് ജി ആണ് അല്ലേ. അപ്പോൾ അടുത്ത ടേമിൽ എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ ഓഫ് മോഡ് എഫ് ഓവർ ഇ പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് മോഡ് ജി ഓവർ ഇ. ദാറ്റ് ഈസ് നോം 1 ഓവർ നോം 1 ഓഫ് എഫ് പ്ലസ് നോം 1 ഓഫ് ജി. ഇത് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. സോ L1 ഓഫ് ഇയിൽ നോം 1 എന്ന് പറയുന്നത് നോമാണ്. അപ്പോൾ അതൊരു നോംഡ് സ്പേസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞു പി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ നമ്മൾ അടുത്തതൊരു ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡെഫിനിഷൻ. എസെൻഷ്യൽ അപ്പർ ബൗണ്ട്, ഒരു ഫങ്ഷൻ എസെൻഷ്യലി ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ there is some m greater than 0 should exist some m greater than 0
It's an essential bound for f for which modulus of f of x is less than or equal to m for almost all x belongs to E. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇക്ക് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ നമ്മൾ അതിനെ എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയും. എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയും. ഈ എമ്മിനെ പറയുന്നതാണ് എസെൻഷ്യൽ അപ്പർ ബൗണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീമം വാല്യൂ ഇതാ, അതാണ് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത്. അതേ എൽ ഇൻഫിനിറ്റി ഓഫ് ഇ. ഫോർ എ ഫംഗ്ഷൻ എഫ് ബിലോങ്സ് ടു എൽ ഇൻഫിനിറ്റി ഓഫ് വി, വി ഡിഫൈൻ norm infinity of f to be the infimum of such essential bound. ആൽഫ എന്നോ നമ്മളിപ്പോൾ ഇവിടെ എം എന്ന് എടുത്തു അല്ലേ. എം എന്ന് പറയുന്നത് എസെൻഷ്യൽ സോ നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് infimum of some capital M such that this M are essential where M is essential upper bound for F. ഓക്കെ, ഇങ്ങനെയുള്ളതിന് ഇൻഫീമം വാല്യൂ ആണ് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇതും അതെ, നോം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ ഇൻഫിനിറ്റി ഓഫ് ഇയിലെ നോം ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിലാണ് this L infinity of E together with this norm infinity അല്ലേ, ഇൻഫിനിറ്റി നോം എന്ന് പറയും. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ നോംഡ് ലീനിയർ സ്പേസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെന്തൊക്കെ വേണം? 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം എന്താ, മോഡുലസ് എഫുകളുടെ അപ്പർ ബൗണ്ട് ദർ എക്സിസ്റ്റൻ എം ഗ്രേറ്റർ ദാൻ 0 എന്നാണ് അല്ലേ. അപ്പോൾ പോസിറ്റീവാണ്. നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഫ് ഈക്വൽ ടു 0. അതായത് ഇതിൻ്റെ അപ്പർ ബൗണ്ട് തന്നെ 0, ഇത് പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീമം 0 എന്ന് പറയുകയാണെങ്കിൽ ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 0. സോ ഇഫ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, നമുക്കിനി ട്രയാങ്കുലർ ഇനീക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ട്രയാങ്കുലർ ഇനീക്വാളിറ്റിക്ക് നിങ്ങൾ ഈ ടെക്സ്റ്റിൽ പറയുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാതെ നമുക്കതിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടും നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്കൊന്ന് പറയാം. We must first show that this norm infinity of f is an essential upper bound for f. അതായത് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് മോഡുലസ് ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്നാണ്. ക്ലിയർ ആണത്? കാരണം അങ്ങനെയുള്ളതിൻ്റെ ഈ മോഡ് എഫുകളുടെ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീമം വാല്യൂ ആണ് നോം ഇൻഫിനിറ്റി ഓഫ് എഫ്. അപ്പോൾ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീമം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്നാണ്. പക്ഷേ പ്രൂഫ് ഇല്ലാതെ നമ്മളൊന്നും വിശ്വസിക്കില്ല അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ എൻ ദർ ഈസ് എ സബ്സെറ്റ് ഇ എൻ ഓഫ് ഇ ഫോർ വിച്ച് മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് 1/n ഓൺ ഇ ഡിഫറൻസ് ഇ എൻ ആൻഡ് എം മെഷർ ഓഫ് ഇ എൻ ഈക്വൽ ടു 0. ഏതെങ്കിലും പോയിന്റിൽ അവിടെ എന്താണ് ഓൾമോസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഫോർ ഓൾമോസ്റ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ അത് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ആ പോയിന്റുകളുടെ കളക്ഷനാണ് നമ്മുടെ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് ഇ എന്നിൽ മോഡ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് 1/n. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇ എന്നുകളുടെ യൂണിയൻ, അപ്പോൾ ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് യൂണിയൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ എൻ ആണ്. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഡിഫറൻസ് ഇ എന്നിൽ mod f less than or equal to norm infinity of f and measure of e infinity equal to 0. Thus essential supremum of f is the smallest essential upper bound of f. അതാണ് പറഞ്ഞത്. നമുക്കത് അല്ലാതെ തന്നെ മനസ്സിലാവും. കാരണം അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീം ആയതുകൊണ്ട് എസെൻഷ്യൽ സുപ്രീമം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ എസെൻഷ്യൽ അപ്പർ ബൗണ്ടാണ്. അവിടെ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, കാരണം എന്താ ഇങ്ങനെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. മോഡുലസ് എഫ് പ്ലസ് ജി നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് ജി എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി
എഫ് പ്ലസ് ജിയുടെ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീമം വാല്യൂ ആണ്. മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഈ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് നോം ഇൻഫിനിറ്റി ഓഫ് ജി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ഒരു അപ്പർ ബൗണ്ടാണ് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് നോം ഇൻഫിനിറ്റി ഓഫ് ജി. ഇങ്ങനെയുള്ള അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീമം വാല്യൂ ആണ് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് ജി. അപ്പോൾ നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് ജി എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് ഇതൊരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ് അല്ലേ? അങ്ങനെയുള്ള എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫീമമാണ് എസെൻഷ്യൽ സുപ്രീമം, അതായത് ഈ നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത്. അതായത് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇൻഫിനിറ്റി ഓഫ് എഫ് പ്ലസ് നോം ഇൻഫിനിറ്റി ഓഫ് ജി. അതാണ് ഇവിടെ നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ളത്. L1 ഓഫ് ഇയും L ഇൻഫിനിറ്റി ഓഫ് ഇയും മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നോംഡ് സ്പേസ് ആണെന്ന് LP ഓഫ് ഈച്ച് ആണ്, അതായത് 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ P ലെസ് ദാൻ ഇൻഫിനിറ്റിക്ക് നമുക്ക് നോംഡ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അടുത്ത രണ്ട് ഇനീക്വാളിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ അടുത്ത മൊഡ്യൂളാണ് പഠിക്കുക. അതുകൊണ്ടാണ് ഇവിടെ അത് പറയാത്തത് കേട്ടോ. അങ്ങനെയും ഒരു സ്പേസ് ഉണ്ട്, നോംഡ് സ്പേസ് ഉണ്ട് കേട്ടോ. അവിടുത്തെ നോം എന്ന് പറയുന്നത് നോം P ആണ്. ഓക്കെ, അടുത്തതും ഇതുപോലെ ലിറ്റിൽ L1 ലിറ്റിൽ L ഇൻഫിനിറ്റി ആണ് ഇവിടെ പറയാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ പറയുക LP എന്നാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റിക്ക് LP എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത്, നോംഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ അതെ ഈ 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ P ലെസ് ദാൻ ഇൻഫിനിറ്റിയുടെ കേസിൽ LP ഒരു നോംഡ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് മിങ്കോസ്കി ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇനീക്വാളിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് പറയാത്തത് കേട്ടോ. ഇനി L1, അപ്പം നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ക്യാപിറ്റൽ L1 എന്തായിരുന്നു? അവിടെ 1 ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഇൻറ്റഗ്രൽ മോഡ് എഫ് ഓവർ 1 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ? 1. ഇനി അത് റേസ് ടു P ആണെങ്കിൽ അത് P ഇൻറ്റഗ്രബിൾ ആവും. അപ്പോൾ അവിടെ LP എലമെൻ്റ് ഒക്കെ ആവും. അപ്പോൾ റേസ് ടു 1 കേട്ടോ. ക്യാപിറ്റൽ LP ആകുമ്പോൾ ഇൻറ്റഗ്രൽ മോഡ് എഫ് റേസ് ടു 1 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ. അതേപോലെ L1 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നോം 1 എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ലിറ്റിൽ L1ലെ നോമിന് നോം 1 എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ അത് സീരീസിൻ്റെ ടേംസിലാണെന്ന് മാത്രം. യൂഷ്വലി ലിറ്റിൽ LP എന്ന് പറഞ്ഞാൽ അതെ P സമ്മബിൾ. അവിടെ എന്തായിരുന്നു? P ഇൻറ്റഗ്രബിൾ. ക്യാപിറ്റൽ LPയുടെ കേസിൽ, സ്മോൾ LPയുടെ കേസിൽ P സമ്മബിൾ, അതായത് സിഗ്മ k = 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AK റേസ് ടു P ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന് ലിറ്റിൽ LPത്തെ ഇലമെൻ്റ് ആണെന്ന് പറയും. ഓക്കെ, ഇത് കൂടി ശ്രദ്ധിക്കുക. ഇലമെൻറ്റ് നോക്കിയേ A1 A2 എക്സിട്ര എന്നാണ് കേട്ടോ. നമ്മളിനി നോം P എന്നൊക്കെ പറയുന്ന നോം നമ്മുടെ KN RN ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മളിനി ഡിഫൈൻ ചെയ്യുവേ സെയിം ടേംസിൽ. ഇവിടെ നോക്കുക, അത് ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ് കേട്ടോ. 1 2 3 4 എക്സിട്ര. ഇങ്ങനെ ഒരു ഇലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യണേ. 1 2 3 4 5 6 എക്സിട്ര. ഇത് L1 ഉണ്ടാവോ? L1 ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടേ? ഇതിൻ്റെ ഒക്കെ സിഗ്മ k = 1 to n. ഇവിടുത്തെ ടേം എന്താ? മോഡുലസ് ഓഫ് k എന്നുള്ള ഫോം അല്ലേ? 1 2 3 എക്സിട്ര എന്നല്ലേ? അതായത് 1 + 2 + 3 + എക്സിട്ര എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ അത് L1 ഉണ്ട്. ഇത് ഫൈനൈറ്റ് ആണോ ഈ സീക്വൻസിൻ്റെ ടേമിൻ്റെ സമ്മ്? അല്ല. അതുകൊണ്ട് ഇത് L1 ഇല്ല. ഇനി വേറൊരു ഇലമെൻറ്റ് കാണിക്കാം. 1 1/2 1/3 1/4 എക്സിട്ര. അപ്പോൾ ഈ ടേംസ് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഇവിടുത്തെ A1 എന്ന് പറയുന്നത് 1 ആണ്, A2 എന്ന് പറയുന്നത് 1/2 ആണ്, A3 എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ L1 എലിമെൻ്റ് ആണോ എന്ന് കാണിക്കാം P1 അല്ലേ? അതായത് 1 + 1/2 + 1/3 + എക്സിട്ര. ഇത് കൺവേർജൻ്റ് ആണോ? അല്ല, ഇതും ഡൈവേർജൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഇലമെൻറ്റ് L1 ഇല്ല. ഓക്കെ, L1 ഇലമെൻ്റ് അല്ല. L2 ഇലമെൻ്റ് ആവോ? L2 എലിമെൻ്റ് ആവണമെങ്കിൽ എന്താണ്? 1 ഇത് സ്ക്വയർ ആവും അല്ലേ? ഈ പിയുടെ ടേംസിൽ സ്ക്വയർ ആവും. അപ്പോൾ 1/1² + 1/2² + 1/3² + എക്സിട്ര. ഈ ടേം ഫൈനൈറ്റ് ആണ് അല്ലേ? നമ്മളിത് PC ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഫൈനൈറ്റ് ആണ്. അതായത് ഈ 1 1/2 1/3 എക്സിട്ര എന്ന് പറയുന്ന ടേം L1 ഇല്ല, പക്ഷേ L2 ഉണ്ട്, L3 L4 ഇനി ഉണ്ടാവും. L∞ ഉണ്ടോ എന്ന് നോക്കും നമ്മൾ. L∞ ഞാൻ അടുത്ത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. L∞ ഇത്രയേ ഉള്ളൂ. അത് അതേപോലെ തന്നെ A1 A2 A3 എക്സിട്ര ഉണ്ടല്ലോ, ഈ എക്സിട്ര ആണ് കേട്ടോ. ഇൻഫൈനൈറ്റ് ടേംസിൻ്റെ ഈ A1 A2 ഓരോന്നിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഇലമെൻറ്റ് L∞ ഉണ്ട്.
ഈ 1, 1/2, 1/3 എക്സെട്ര എന്ന് പറയുന്നതിൻ്റെ സുപ്രീമം വാല്യൂ ഏതാ? 1 അല്ലേ ഏറ്റവും വലിയ നമ്പർ. 1 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് ഈ ഇലമെൻറ്റ് എൽ ഇൻഫിനിറ്റിയിലും ഉണ്ട്. ഉള്ളോ താഴെ എവിടെ വെച്ച് എഴുതാം. ഓരോ ടെക്സ്റ്റിലും ഓരോ തരത്തിൽ എഴുതിയിട്ടുണ്ടാവുക. എൽ ഇൻഫിനിറ്റിയിലും ഉണ്ട്. ഓക്കെ, ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടി പറയാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി, സ്ട്രിക്ട്ലി ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിറ്റിൽ എൽ ഇൻഫിനിറ്റിക്ക് നമ്മൾ വേറെ തരത്തിലാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എൽ പി എന്ന് പറയുന്നത് പി സമ്മബിൾ സീക്വൻസ്, സ്കാലാർ സീക്വൻസിൻ്റെ കളക്ഷൻ. പി സമ്മബിൾ, അവിടെ എന്തായിരുന്നു? പി ഇൻറ്റഗ്രബിൾ. ക്യാപിറ്റൽ എൽ പി എന്ന് പറയുന്നത് പി ഇൻറ്റഗ്രബിൾ, ലിറ്റിൽ എൽ പി പി സമ്മബിൾ കേട്ടോ. സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ കെ റേസ് ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ L1ൻ്റെ കേസ് ആണെങ്കിൽ പി 1 ആവുന്ന കേസ് സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ കെ ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഈ A1, A2, A3 എക്സിട്ര ഫൈനൈറ്റ് അല്ല കേട്ടോ, ആ ഇലമെൻറ്റ് നമ്മുടെ L1-നകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? നോംഡ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നോംഡ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ L1 എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഓരോ മോഡുലസ് ഓഫ് എക്കും പോസിറ്റീവാണ്, അതുകൊണ്ട് അതിൻ്റെ സമ്മ് പോസിറ്റീവാണ്. സോ മോഡുലസ് ഓഫ് നോം 1 ഓഫ് എ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ വരിക? കുറേ പോസിറ്റീവ് ടേംസിൻ്റെ, ഇൻഫൈനൈറ്റ് പോസിറ്റീവ് ടേംസിൻ്റെ സമ്മ് 0 എന്ന് പറഞ്ഞാൽ ഓരോ ടേമും 0 ആവാൻ മാത്രമേ സാധ്യതയുള്ളൂ. സോ മോഡുലസ് ഓഫ് എ എൻ അല്ലേ, നോം 1 ഓഫ് എ എൻ 0 എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് എ കെ ഈക്വൽ ടു 0. അതായത് ഈച്ച് എ കെ A1, A2, A3 ഒക്കെ 0 എന്ന് പറഞ്ഞാൽ AN 0. ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. നമുക്ക് എളുപ്പമുള്ള 2 കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാൻ താഴത്തുനിന്ന് മേലേക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ട്രയാങ്കുലർ ഇനീക്വാളിറ്റി. ട്രയാങ്കുലർ ഇനീക്വാളിറ്റി കിട്ടാനും നമുക്ക് എളുപ്പമാണ്. എന്ത് വെച്ച് ചെയ്താൽ മതി? ട്രയാങ്കുലർ ഇനീക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എ എന്ന് പറഞ്ഞാണ് ഈ ഇലമെൻറ്റ് കേട്ടോ. ബി എന്ന് പറയുന്നത് B1, B2 എക്സിട്ര എന്ന് പറയാൻ വിചാരിക്കുക. അപ്പോൾ നോം 1 ഓഫ് എ പ്ലസ് ബി അല്ലേ, ഇതെന്ന് പറയുന്നത് എന്താ? സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ കെ പ്ലസ് ബി കെ എന്ന് വരും. ഓക്കെ ആണേ. ഇനി മോഡുലസ് ഓഫ് എ കെ പ്ലസ് ബി കെ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ കെ പ്ലസ് ബി കെനെ മോഡുലസ് ഓഫ് എ കെ പ്ലസ് മോഡുലസ് ഓഫ് ബി കെ എന്ന് പറയാം. ഈ സിഗ്മ 2 ടേമിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും? സിഗ്മ മോഡുലസ് ഓഫ് എ കെ പ്ലസ് സിഗ്മ മോഡുലസ് ഓഫ് ബി കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 1 ഓഫ് എ പ്ലസ് നോം 1 ഓഫ് ബി എന്ന് വരും. സോ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ദെർഫോർ ഇറ്റ് ഈസ് നോംഡ് സ്പേസ്. അതൊരു നോം 1 നോമാണ്. അപ്പോൾ L1 വിത്ത് നോം 1 എന്ന് പറയുന്നത് നോംഡ് സ്പേസ് ആയി. ഓക്കെ, എൽ ഇൻഫിനിറ്റി എന്നതാണ് നേരത്തെ പറഞ്ഞത്. എൽ ഇൻഫിനിറ്റി A1, A2, A3 എക്സെട്ര അങ്ങനെ ഉണ്ട്. എല്ലാത്തിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ എടുത്തു. ഓക്കെ, 1, 2, 3, 4, -5, -7 ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി വേറെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സെട്ര ആണ്, ഫൈനൈറ്റ് ആവില്ല, എക്സെട്ര ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഓർഡർ അനുസരിച്ച് ഇതിൻ്റെ മാക്സിമം അല്ലേ, ഓരോന്നിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ മാക്സിമം ഫൈനൈറ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് ഈ ഇലമെൻറ്റ് എൽ ഇൻഫിനിറ്റിയിൽ ഉണ്ടാവണമെന്നില്ല. കാരണം എന്താ? അത് കഴിഞ്ഞ സീക്വൻസിൽ 7, 7, 7, 7, 7, 7 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ അതിൻ്റെ അബ്സല്യൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇൻഫിനിറ്റിയിലില്ല. 1/2 നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഇവിടുത്തെ സുപ്രീമം വാല്യൂ 1 ആയതുകൊണ്ട്, അത് ഫൈനൈറ്റ് ആയതുകൊണ്ട് ഈ ഇലമെൻറ്റ് എൽ ഇൻഫിനിറ്റിയിലുണ്ട്. ഇത് നോമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഓരോന്നിൻ്റെയും ഈ ഓരോ മോഡുലസ് വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ സുപ്രീമം പോസിറ്റീവാണ്. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ആദ്യത്തെ കണ്ടീഷൻ. ഇനി നോം ഓഫ് സീക്വൻസ് എ കെ, നോം ഇൻഫിനിറ്റി ഓഫ് സീക്വൻസ് എ കെ 0 എന്ന് പറഞ്ഞാൽ മോഡുലസ് എ കെകളുടെ സുപ്രീമം വാല്യൂ 0 ആണ്. അപ്പോൾ ഓരോ മോഡുലസ് എ കെ എന്താവാനേ സാധ്യതയുള്ളൂ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുള്ളൂ. അതിൻ്റെ സുപ്രീമം 0 എന്ന് പറഞ്ഞാൽ എല്ലാ എ കെകളും 0 ആണ്. എല്ലാ എ കെ 0 പറഞ്ഞാൽ A1 0, A2 0, A3 0 പറഞ്ഞാൽ കംപ്ലീറ്റ് 0 ഇലമെൻ്റ് ആണ്. അതായത് ദിസ് എ ഈക്വൽ ടു അല്ലെങ്കിൽ സീക്വൻസ് എ ഈക്വൽ ടു 0 സീക്വൻസ് ആണ്. ട്രയാങ്കുലർ ഇനീക്വാളിറ്റി അല്ലേ, ട്രയാങ്കുലർ ഇനീക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ XY എന്നൊക്കെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതേ നേരത്തെ പറഞ്ഞ പോലെ ബി എന്ന് പറയുന്ന എലമെൻറ്റ് B1, B2, B3 എക്സെട്ര എന്നെടുത്തേ. അപ്പോൾ നോം ഇൻഫിനിറ്റി ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീമം വാല്യൂ ഓഫ് നോം എ പ്ലസ് ബി അല്ലേ, നോം ഇൻഫിനിറ്റി ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സുപ്രീമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് എ കെ പ്ലസ് ബി കെ.
കെയുടെ വാല്യൂ 1 to infinity ആണ്. This is less than or equal to modulus of AK plus modulus of AK plus BK less than or equal to mod AK plus mod BK. അപ്പോൾ സുപ്രീമം വാല്യൂ എങ്ങനെ എഴുതാം? Which is less than or equal to supremum of mod AK plus supremum of mod BK എന്ന് എഴുതാം. ശരിയല്ലേ? supremum of mod AK എന്ന് പറഞ്ഞാൽ this is norm infinity of A plus norm infinity of B. Again this is a normed space. Normed linear space C of AB. C എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോർക്കുക കണ്ടിന്യൂസ് നമ്മുടെ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് കേട്ടോ. സ്പേസ് ഓഫ് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്, ഇനി ഫങ്ഷൻസിൻ്റെ കേസിലൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോം മാക്സിമം, അത് നമ്മുടെ നോം ഇൻഫിനിറ്റി, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇങ്ങനെയാണ് പഠിക്കുക, നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്നാണ് പഠിക്കുക. അതായത് സി ഓഫ് എ ബിയിൽ ഡിഫൈൻ ചെയ്യുന്നത് നോം ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ നോം മാക്സിമം കേട്ടോ. ഇറ്റ് ഈസ് നമ്മുടെ നോം ഇൻഫിനിറ്റി എൽ പിയിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ ഈ നോം ഇൻഫിനിറ്റി പ്രൂവ് ചെയ്ത പോലെ തന്നെ ഇതും പ്രൂവ് ചെയ്യാൻ പറ്റും. ഹെൻസ് ദിസ് ഇസ് എ നോംഡ് സ്പേസ്. ഇതാണ് മെയിൻ കുറച്ച് എക്സാമ്പിൾസ് കേട്ടോ. അടുത്ത സെക്ഷനിൽ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് വരും. താങ്ക് യു.